ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് ഒരു മുട്ടക്കറി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഇതിന് ഞാൻ ഒരു 7 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് കല്ലുപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ തോട് അടർന്നി വരും കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ട്രിക്കാണ് കേട്ടോ അത്. ഇനി നമുക്കിതിന് 2 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 തക്കാളി അരിഞ്ഞ് കഴിഞ്ഞ് ഈ 2 സവാളയും കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഇപ്പോൾ പച്ചമുളക് അരിയണ്ട കേട്ടോ. അപ്പോൾ ഒരു ജാർ എടുക്കുക, ഇതുപോലെ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക, സവാള ഇട്ട് കൊടുക്കുക. വെള്ളം കൂടാതെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. തക്കാളിയുടെ നീരുണ്ടല്ലോ അത് മതിയാവും. പിന്നെ അതിന് മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, വലിയ ജീരകം ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത തക്കാളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ പട്ട ഗ്രാമ്പ് പൊടി ഉണ്ടല്ലോ അതും കൂടി ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പച്ചമണം മാറുന്ന വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നിന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഒന്നും കൂടി നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഞാനിതിന് മുട്ടയുടെ തോടൊക്കെ ഒന്ന് അടർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അടർത്തിയെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, പൊട്ടാതെ തന്നെ തോട് അടർന്ന് വരുന്നുണ്ട് കേട്ടോ. അതിനാണ് കല്ലുപ്പ് ഇടുന്നതും നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നതും കേട്ടോ. അപ്പോൾ ഇതുപോലെ വേഗം അടർന്ന് കിട്ടും. ഇതെൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയതാണ് കേട്ടോ ഒരെണ്ണം. അപ്പോൾ ഇതിന് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ പറയാൻ മറന്നതാണ് കേട്ടോ. ആവശ്യത്തിന് പൊടികൾ ഇടുമ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മുട്ടയും കൂടി ഇതുപോലെ അങ്ങ് മുട്ട വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇതിന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിന് അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പത്തിരിയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.